ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ് വിത്ത് മിൻഹ. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു ട്യൂഷൻ ആപ്പിൻ്റെ ഒരു ഫീസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തമ്പലയിൽ കണ്ട് കാണുമല്ലോ, 1,25,000 രൂപ കൊടുത്ത് ഒരു 1,25,000 രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്നൊരു ട്യൂഷൻ ആപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെല്ലാം തമ്പനയിൽ കണ്ട് കാണുമല്ലോ, മഷൂറ പറഞ്ഞ ട്യൂഷൻ ആപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മഷൂറ മാത്രമല്ല, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർവെൽ ട്യൂഷൻ ആപ്പ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഷൂറയുടെ ചാനലാണ്. നമുക്കറിയാം, എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു ചാനലാണ് മഷൂറ ബഷീറുടെ ചാനൽ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാനലാണ്. ഞാൻ യൂട്യൂബ് കണ്ടു തുടങ്ങിയ കാലം മുതലേ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഇവരാണ്. നമ്മൾ യൂട്യൂബ് എടുത്താൽ ഞാൻ ഫസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് മഷൂറയുടെ ചാനൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫാമിലി ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഷൂറയുടെ ചാനൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാണാൻ ഒരു വീഡിയോ മഷൂറ ചെയ്തിരുന്നു, ഇൻ്റർവെൽ ലേണിംഗ് ട്യൂഷൻ ആപ്പിനെ കുറിച്ച്. അപ്പോൾ അതിനകത്താണ് ഇങ്ങനെ സൈക്കമ്മിന് ട്യൂഷൻ എടുക്കുന്നതിനെ കുറിച്ചൊരു ക്ലാസ്സൊക്കെ ചെയ്തതിന്. അതിന് മുമ്പ് സുഹാനയുടെ ചാനലും ഞാനിത് കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ അത്ര ഇതാക്കിയില്ല. അപ്പം എൻ്റെ മോൾക്കിപ്പം ഈ വർഷം മുതൽ അവളെ സ്കൂൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. അവളെ 8th പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് രാവിലെ സ്കൂൾ ബസ്സിൻ്റെ ടൈമൊക്കെ വളരെ നേരത്തെയാണ് വരെ, 7:45 സ്കൂൾ ബസ് വരും. അതുകൊണ്ട് അവർക്ക് രാവിലെ ട്യൂഷന് പോകാൻ പറ്റത്തില്ല. അതുപോലെ വൈകിട്ട് വരുമ്പോഴത്തേനും ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിയും. അപ്പോൾ ഒരു സമയത്തായിട്ട് ട്യൂഷൻ സെൻറ്ററുകളിൽ വിട്ടാൽ നമുക്ക് ഏകദേശം ഒരു സമയത്തെ ട്യൂഷനേ കിട്ടത്തുള്ളൂ. അപ്പോൾ രാവിലത്തെ ട്യൂഷൻ അവർക്ക് മിസ്സാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എവിടെയെങ്കിലും വീട്ടിലിങ്ങനെ പഠിപ്പിക്കുമല്ലോ, ട്യൂഷൻ പഠിപ്പിക്കുമല്ലോ, അങ്ങനെ വിടാമെന്ന് വിചാരിച്ചപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. അങ്ങനെ വീഡിയോ കണ്ട് ഞാൻ ആദ്യം നമ്പർ എടുത്തു. അതിനൊരു 3 കോൺടാക്ട് നമ്പറാണെന്ന് തോന്നുന്നു, 3 നമ്പർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വിളിച്ചപ്പോഴത്തേനും ആദ്യം വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്തില്ല. അതിൽ ഒരു നമ്പറിൽ നിന്ന് എനിക്ക് കോൾ കണക്റ്റഡ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവരാദ്യം ചോദിച്ചത് എത്ര സ്റ്റാൻഡേർഡിലാണ്, കുട്ടിക്ക് ഏത് വിഷയം ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് മാത്സൊക്കെ കുറച്ച് പഠിക്കാൻ പാടാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് എന്താ, നമ്മൾ ഫീസിൻ്റെ കാര്യമാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. കാര്യം അതറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ അവരോട് ഫസ്റ്റ് ഫീസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് മാഡം, അത് നമുക്ക് ഫസ്റ്റ് അത് ഫീസ് പറയാൻ പറ്റില്ല. ഇവരുടെ ഒരു അസസ്മെൻറ്റ് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫീസിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ എടുത്ത് ചോദിച്ചു, എന്നാലും ഏകദേശം ഒരു എമൗണ്ട് എന്ന് പറയാൻ പറ്റിയോ, നമുക്ക് അതറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഒരു 4 ദിവസത്തിനുള്ളിൽ അവർ കോൺടാക്റ്റ് ചെയ്യും. 4 ദിവസം എടുക്കുന്നതിനാണെന്ന് എനിക്കറിയത്തില്ല. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, 4 ദിവസത്തിനുള്ളിൽ നമ്മളവർ കോൺടാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോൾ കട്ട് ചെയ്തു. പിന്നെ എന്നെ ഒരു 4 ദിവസമല്ല, ഒരു 6ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, എന്നെ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇനി ഫോൺ ഓഫായിരുന്ന സമയത്ത് വല്ലതും ആയിരിക്കും, എനിക്കറിയില്ല അത്. അങ്ങനെ മെസ്സേജ് അയച്ചു, റിട്ടേൺ വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ മെസ്സേജ് അയച്ചു. പക്ഷേ ഞാൻ വിളിച്ചില്ല. പിന്നെ പുള്ളിക്കാരി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ അപ്പോൾ വിളിച്ചപ്പോഴും ഞാൻ ഫീസിൻ്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, മാഡം അടുത്ത ദിവസം തന്നെ നമുക്കൊരു അസസ്മെൻറ്റ് ക്ലാസ് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം മാത്രമേ, അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെയാണ്, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഫീസ് അനൗൺസ് ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എങ്കിലും അസസ്മെൻറ്റ് ക്ലാസ് അല്ലേ, അതുകൂടെ എന്തായാലും എടുത്തോട്ടെ. അങ്ങനെ ഇന്നലെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവൾക്ക് ഇതുപോലെ ലിങ്ക് അയച്ചു കൊടുത്തു. അതിനകത്ത് 3 മണിയാകുമ്പോൾ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കയറി. അവരുടെ ക്ലാസ്സൊക്കെ ഓക്കെയാണ്. അവർ നല്ലതായിട്ട് അസസ്മെൻറ്റ് ക്ലാസ്, ഓരോ സബ്ജക്റ്റും നമ്മുടെ മക്കൾക്ക് ഏത് വിഷയത്തിലാണ് ബുദ്ധിമുട്ടുള്ളതെന്നെല്ലാം ചോദിച്ചു. അപ്പം അങ്ങനെയല്ല, അവളെ ഓരോ സബ്ജക്റ്റിലും അവളെ ബേസിക് തൊട്ട് ഓരോ കാര്യങ്ങൾ അവൾക്ക് അറിയാമോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതൊക്കെ അവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു, എല്ലാ സബ്ജക്റ്റും. അതുപോലെ ഹിന്ദിയിലാണെങ്കിൽ കുറേ വേർഡ്സ് ഡിറ്റേഷൻ കൊടുത്ത്, ഇംഗ്ലീഷിലും അതുപോലെ തന്നെ. അപ്പം അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളോട് ഒരു അമ്മയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫോൺ തന്നു. അപ്പോഴും ഞാൻ ഫസ്റ്റ് ഫീസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ഫീസ് പറഞ്ഞപ്പോഴത്തേക്കും 1,25,000 റുപ്പീസ് പറഞ്ഞു. അപ്പോഴേ എൻ്റെ പകുതി ജീവൻ പോയി. അപ്പോൾ നമുക്കിത് ചേർക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സാധാരണക്കാർ നമ്മളെപ്പോലെ ഒരു നോർമൽ ലൈഫിലുള്ളവർക്ക് നമ്മളൊരു ഏകദേശം ഒരു ഫീസൊക്കെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുമല്ലോ. ഒരു ട്യൂഷൻ സെൻറ്ററിൽ വിട്ടാൽ, അവൾ കഴിഞ്ഞ വർഷം പോയി ട്യൂഷൻ സെൻറ്ററിൽ 1,200 രൂപയാണ് ഫീസ്. അതായത് ഓരോ സബ്ജക്റ്റ് ഓരോ സാർമാരാണ് പഠിപ്പിക്കുന്നത്. പിന്നെ 2 നേരം ട്യൂഷൻ, രാവിലെ ഉണ്ട്, വൈകിട്ടും കിട്ടും. അങ്ങനെ എല്ലാ ദിവസവും, സൺഡേ വെച്ച് ബാക്കി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ എക്സ്ട്രാ ടൈം ക്ലാസ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് വന്നിട്ട് ഒരു മാസം 1,200 രൂപയെ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൽ 12,000 രൂപ. 10 മാസം വരെയുള്ള 2 മാസം വെക്കേഷനിലാണ് വരുന്നത്. അപ്പം 12,000 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് 1,25,000 രൂപ ഫീസെന്ന് കേട്ടപ്പോൾ ശരിക്കും ഞാൻ വണ്ടറടിച്ചു പോയി. അപ്പം ഞാൻ മനസ്സിലാച്ചു, പഠിച്ചോനെ ഇത് എങ്കിൽ പിന്നെ അംബാനി സ്കൂളിൽ വിട്ടം പഠിപ്പിച്ചാൽ പോലെ ഇവരുടെ സ്കൂളിലെ ഫീസ് തന്നെ ഏകദേശം ഒരു 20,000 രൂപയോളവേ
ഒരു 8th ക്ലാസ്സിന് 20,000 രൂപ അടുപ്പിച്ച് ഫുൾ ഫീസ് 1 ഇയറിലേക്കുള്ള ഫീസ് 20,000 രൂപയോളമേ വരുന്നുള്ളൂ. അപ്പം ഞാനിതാരെയും കുറ്റപ്പെടുത്താനോ തരം താഴ്ത്താനോ അങ്ങനെ ഒന്നുമല്ല, അതിനുവേണ്ടിയല്ല പറയുന്നത്. ഞാൻ എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഫീസ് ഇത് എന്തിനാണ് ഈടാക്കുന്നതെന്ന്. ഓക്കെ, അവരുടെ ക്ലാസ്സൊക്കെ 1-to-1 ക്ലാസ്സാണ്, ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സാണുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്കിഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാം. ട്യൂഷൻ ഇപ്പോൾ എന്തായാലും ഈവനിങ് കഴിഞ്ഞാലേ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും നമ്മൾ ട്യൂഷന് നമ്മുടെ മക്കൾക്ക് വേണ്ടി വെക്കുന്നത്, അറിയാമല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെയും ഓപ്ഷനുകളുണ്ട്. ഇത് 1-to-1 അല്ലാതെ ഗ്രൂപ്പ് സെഷനായിട്ടുള്ള ക്ലാസ് ഉണ്ട്. അതായത് ഒരു ഗ്രൂപ്പിൽ ഒരു 15 പേരെ വെച്ചിട്ട് ട്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സമയമല്ല, അവരൊരു പർട്ടിക്കുലർ ടൈം വെക്കും. എല്ലാവരുടെയും കൂടി ഇതനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ട്യൂഷൻ വരുന്നത്. അതിന് ഫീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 21,000 അത്രയാണ്, 21,000ഓളമാണ് ഗ്രൂപ്പിന് വരുന്നത്. ഒരു 1 ഇയറിലേക്കുള്ളതാണ്. 1 ഇയറിലേക്ക് പിന്നെ അവർക്ക് നമുക്ക് 1 ടൈം സെറ്റിൽമെൻറ്റ് ഒരു തവണയായിട്ട് അയച്ചാൽ അതിൽ ചെറിയ ഡിസ്കൗണ്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓക്കെ. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ഒരു മാസത്തേക്ക് ഇപ്പം ഒരു ട്യൂഷൻ സെൻ്ററുകളിൽ ഇത്രയും ഫീസാണെങ്കിൽ ഒരു 1,000 രൂപ 1,200 ഫീസാണെങ്കിൽ മാക്സിമം ഞാൻ മനസ്സിൽ ഒരു 3,000 രൂപ വരെയൊക്കെ ഒരു മാസം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ഉദ്ദേശിച്ചാണ്. അപ്പം അവർ വീട്ടിലിരുന്നാകുമ്പോൾ നമുക്ക് അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. വീട്ടിൽ നമുക്ക് കൂടെ വേണമെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ശ്രദ്ധിക്കാമല്ലോ. 1-to-1 ക്ലാസ് ആകുമ്പോഴത്തേന് ആ ടൈമിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അല്ലാതെ ഞാൻ ട്യൂഷൻ സെൻ്ററിൽ സൈലം പോലെയുള്ളതിലൊക്കെ അന്വേഷിച്ചപ്പോഴത്തെ അവിടെ റെക്കോർഡ് ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. അതാകുമ്പം നമ്മുടെ അവർ കയറിയിരുന്ന് ഇവർ കണ്ടാലായി ശ്രദ്ധിച്ചാലായി. മറ്റേത് അങ്ങനെയല്ല, ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അതൊക്കെ ഓക്കെ, ബാക്കിയെല്ലാം പക്ക ഓക്കെ. പക്ഷേ ഈ ഫീസിൻ്റെ കാര്യം മാത്രം നമുക്കൊരു ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമായി. ഇപ്പോൾ 1.25 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് ഒരു 8ാം ക്ലാസ്സുകാർക്ക് പഠിക്കണം. എനിക്കറിയില്ല, നിങ്ങൾക്കത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ കുറവായിട്ട് തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഇതാരെയും ഞാൻ വീണ്ടും എടുത്ത് പറയും, ഇതാരെയും കുറ്റപ്പെടുത്താനും ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ ഫീസ് കൂടുതലാണോ കുറവാണ്, ഈ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടോ നമ്മുടെ അവിടെ എന്ന് ഒന്നറിയാൻ വേണ്ടി ജസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ വേറെന്താ പറയുക, പിന്നെ ഇവരുടെ ഇതിൽ തന്നെ നമുക്ക് ഫുൾ സെറ്റിൽമെൻറ്റിനൊക്കെ എമൗണ്ട് അവർ കുറച്ച് തരും. ഈ 1.25 ലക്ഷം എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവർ ഡിസ്കൗണ്ട് ഉണ്ട്, 5% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. 1,19,000 രൂപ 5% ഡിസ്കൗണ്ടോട് കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒറ്റ തവണയായിട്ട് ഇത് സെറ്റിൽ ചെയ്താൽ 1,06,000 അത്രയും എന്തോ പറയുന്നത്. എന്തായാലും 1 lakh കുറഞ്ഞുള്ളൊരു കളി ഒരു വർഷത്തേക്കില്ല. അത് മനസ്സിലായില്ല. അതൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിലാരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർവെൽ ലേണിംഗ് ആപ്പിൽ അല്ലെങ്കിൽ ട്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.